ഇസ്രായേൽ ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. 4 ചുറ്റിലും ശത്രുക്കൾ. അമേരിക്ക സഹായിച്ച് തളർന്ന അവസ്ഥയിലും അമേരിക്കയെ വലിച്ച് കാട്ടുതീയും ആളിപ്പടരുകയാണ്. ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വാരിക്കോരി സഹായം നൽകുന്നതിനെതിരെയും ശക്തമായ വിമർശനം ഉയരുന്നുണ്ട്. ഇനിയെങ്കിലും അമേരിക്ക സ്വന്തം രാജ്യത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്നാണ് ഉപദേശം. ട്രംപ് അധികാരത്തിൽ വന്നാലും ഇസ്രായേലിന് പ്രതീക്ഷിക്കാൻ അധികമൊന്നുമില്ല. രണ്ടാം ഊഴത്തിൽ ട്രംപ് അടിമുടി മാറിയിട്ടുണ്ട്. ഇത് ഇസ്രായേലിനെയും പ്രധാനമന്ത്രി നെതന്യാഹുവിനെയും അസ്വസ്ഥമാക്കുന്നുണ്ട്. ഹൂതികൾ ഇസ്രായേലിനെ വെള്ളം കുടിപ്പിക്കുന്നു. ഹിസ്ബുള്ള അല്പം തണുത്തിട്ടുണ്ട്. എന്നാൽ കാര്യങ്ങൾ പ്രവചിക്കാൻ കഴിയില്ല, എന്തും സംഭവിക്കാം. അതിനിടെ യമനും ഇറാനും ആയുധപ്പുര നിറയ്ക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. ചെങ്കടൽ, അറബിക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രം എന്നിവിടങ്ങളിൽ ഇസ്രായേലുമായി ബന്ധമുള്ള എല്ലാ കപ്പലുകൾക്കും എപ്പോഴും ഭീഷണി ഉയർത്തുകയാണ് ഹൂതികൾ. ടെലവീവിലേക്ക് ഹൂതികൾ നിരന്തരം മിസൈലുകളും പായിക്കുന്നുണ്ട്. ദീർഘദൂര ബാലസ്റ്റിക് മിസൈലുകൾ, ക്രൂസ് മിസൈലുകൾ, 2000 കിലോമീറ്റർ അകലെ വരെ എത്താൻ കഴിയുന്ന ഡ്രോണുകൾ എന്നിവയെല്ലാം ഹൂതികളുടെ കൈവശമുണ്ടെന്നാണ് കരുതുന്നത്. ഹൂതികൾ ശക്തരാണ്. ഇസ്രായേലിനെ തകർക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ ഹൂതികളുടെ കയ്യിലുണ്ടെന്നാണ് വിലയിരുത്തൽ. ഇസ്രായേലിനും അത് മനസ്സിലായി തുടങ്ങി. ഇസ്രായേൽ ഭയക്കുന്ന മറ്റൊരു എതിരാളി ഇറാനാണ്. നേരത്തെ തന്നെ ഇറാൻ്റെ ശക്തി പലവട്ടം ഇസ്രായേൽ അനുഭവിച്ചിട്ടുണ്ട്. ഇസ്രായേലിനെതിരെ ഇപ്പോൾ കൂടുതൽ കരുത്താർജിച്ച് വരികയാണ് ഇറാൻ. ഇറാൻ തങ്ങളുടെ ആയുധശേഷി വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇസ്രായേൽ കരുതുന്നതിലും അപ്പുറമാണ് ഇറാൻ്റെ ശക്തി എന്നാണ് വിലയിരുത്തൽ. വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ഗസയിൽ ഇസ്രായേൽ ശക്തമായ ആക്രമണം നടത്തുകയാണ്. ഹമാസിൻ്റെ നിലവിലുള്ള അവസ്ഥ എന്താണ്? കരുത്തെല്ലാം ചോർന്നു പോയോ? അടുത്തടുത്താണ് ഹമാസിന് മേധാവികൾ നഷ്ടമായത്. മേധാവികളുടെ വിയോഗം ഹമാസിന് തിരിച്ചടിയായോ? എന്നാൽ ഹമാസ് തിരിച്ചു വരുന്നതായാണ് ഗസയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. ദ ഷാഡോ അല്ലെങ്കിൽ നിഴലെന്നറിയപ്പെടുന്ന പുതിയ മേധാവി മുഹമ്മദ് സിൻവറിൻ്റെ കീഴിൽ ഹമാസ് അതിവേഗം ശക്തി പ്രാപിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. കൊല്ലപ്പെട്ട യഹ്യ സിൻവറിൻ്റെ ഇളയ സഹോദരനാണ് മുഹമ്മദ് സിൻവർ. ഹമാസിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത മുഹമ്മദ് സിൻവർ പുതിയ പോരാളികളെ റിക്രൂട്ട് ചെയ്യുകയാണെന്നാണ് റിപ്പോർട്ട്. മാത്രമല്ല ഹിറ്റ് ആൻഡ് റൺ പോലെയുള്ള ആക്രമണ തന്ത്രങ്ങളും പുതിയ പോരാളികളെ പരിശീലിപ്പിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഇസ്രായേൽ സേനയുടെ ആക്രമണത്തിൽ ഗസയിൽ ആയിരങ്ങൾ കൊല്ലപ്പെടുകയാണ്. എന്നാൽ ഹമാസിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് തുടരുന്നതായി മാധ്യമങ്ങൾ പറയുന്നുണ്ട്. പുതിയ നേതൃത്വത്തിൻ്റെ തണലിൽ ഹമാസ് ശക്തി പ്രാപിക്കുമോ? നിലവിലെ അന്തരീക്ഷം രൂക്ഷമാകുമോ? ലോകം അതിലേക്കാണ് ഉറ്റുനോക്കുന്നത്. അതിനിടെ ഗസ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട അന്തിമ കരാർ ഉടനെ ഉണ്ടാകുമെന്നാണ് സൂചന. ഹമാസ്, ഇസ്രായേൽ സംഘങ്ങളും മധ്യസ്ഥ രാജ്യങ്ങളും ദോഹയിൽ അവസാനവട്ട ചർച്ചയിലാണ്. ദോഹയിലെത്തിയ ഹമാസ് സംഘവുമായി ഖത്തർ അമീർ ചർച്ച നടത്തി. കരാർ യാഥാർത്ഥ്യമാക്കാൻ US പ്രസിഡന്റ് ജോ ബൈഡനും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ദോഹ കേന്ദ്രീകരിച്ചുള്ള ചർച്ച വിജയകരമായി പുരോഗമിക്കുന്നതായി ബൈഡൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഗസയിൽ ഉടൻ സമാധാനം ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. സ്ഥാനമൊഴിയുന്ന US പ്രസിഡന്റ് ജോ ബൈഡൻ്റെയും നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെയും പ്രതിനിധികൾ പങ്കെടുത്ത ചർച്ചകൾക്ക് ശേഷമാണ് നീക്കം. താൻ പിന്തുണച്ച വെടിനിർത്തൽ കരാറും ബന്ദികളെ മോചിപ്പിക്കൽ കരാറും ഫലപ്രാപ്തിയുടെ വക്കീലാണെന്നും ഹമാസ് ഒരു കരാറിലെത്താൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും ബൈഡൻ പറഞ്ഞു.